ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യൻ നേവിയുടെ SSR അതുപോലെ തന്നെ MR റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ 2024 ഇന്ത്യൻ നേവിയുടെ അഗ്നിവീർ SSR അതുപോലെ തന്നെ MRന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.joinindiannavy.cdsc.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 27 മെയ് 2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇതാണ് ഇന്ത്യൻ നേവിയുടെ റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇന്ത്യൻ നേവിയുടെ റിക്രൂട്ട്മെൻറ്റ്, അതായത് SSR MRന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ നേവിയുടെ അക്കൗണ്ട് ഉള്ളവരും ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഏറ്റവും മുകളിലായിട്ട് വലത്തേ സൈഡിൽ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യുക. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇമെയിൽ ID ആണ്. അപ്പോൾ ഇമെയിൽ ID അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് പേരൻറ്റ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെയോ അല്ലെങ്കിൽ മദറിൻ്റെയോ നെയിം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നാഷണാലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിൽ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കുളത്തിൽ എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് ഒരു ഇമെയിൽ ലഭിക്കുന്നതാണ്. ആ ഒരു ഇമെയിലിൽ വെരിഫൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇമെയിലിൽ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് OTPയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ OTPയും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യേണ്ടതാണ്. വെരിഫൈ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെരിഫൈ ചെയ്യുമ്പോൾ അവസാനമായിട്ട് നിങ്ങളുടെ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടും. അപ്പോൾ നിങ്ങൾ പുതിയ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ആ ഒരു പാസ്വേഡ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ വീണ്ടും ലോഗിൻ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ പുതിയ പാസ്വേഡും എൻ്റർ ചെയ്ത് ആ ഒരു ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക. അതിനുശേഷം ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയർ ടു ഫിൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. ഇവിടെ ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ അവിടെ ഡൊമസൈൽ അല്ലെങ്കിൽ റെസിഡൻറ്റ് സ്റ്റേറ്റിന് അവിടെ നിങ്ങൾ ഏതൊരു സ്റ്റേറ്റിലാണ് ജീവിക്കുന്ന ആ ഒരു സ്റ്റേറ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ആധാർ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ളതല്ലാതെ മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് DOB ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ പേരൻസ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഫാദറിൻ്റെ പേരും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് ജെൻഡറിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. മാർക്ക് 1 അതുപോലെ തന്നെ മാർക്ക് 2 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് മാരേജിൽ സ്റ്റാറ്റസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മാരേജിൽ സ്റ്റാറ്റസും അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ 3 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്: ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ 3 കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ സേവ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ് രണ്ടാമതായിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻറ്റർഫേസായിരിക്കും കാണിക്കാം. ഇവിടെ അഡ്രസ്സ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. ആദ്യം കറസ്പോണ്ടൻറ്റ് അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതാണ് ക്ലിക്ക് ഹിയർ ടു കോപ്പി ഇഫ് യുവർ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സ് ഈസ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ്. അപ്പോൾ സെയിം ആയിട്ടുള്ളവർ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അതല്ല രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ തൊട്ട് താഴത്തെ ഓപ്ഷനിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സേവ് ആവുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിരിക്കുന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണിക്കാം. ആദ്യം നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് സെലക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഹയസ്റ്റ് സ്ട്രീമും അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം എൻ്റർ മാർക്ക് ഡീറ്റെയിൽസ് ഫോർ എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അതിലും അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ പ്രൊസീഡ് ഫില്ലിംഗ് മാർക്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ലഭിച്ചിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ടോട്ടൽ എത്ര മാർക്കിനായിരുന്നു, അതുപോലെ തന്നെ എത്ര മാർക്ക് ലഭിച്ചു തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ 10ാം ക്ലാസ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ +2 SSR പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അവിടെ +2 സെലക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെയും +2ലെയും മാർക്ക് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നതാണ്. അതായത് 10ാം ക്ലാസ്സിലെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതിൽ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ ഓഫ് 10th മാർക്ക് ഷീറ്റ്. അതായത് 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റിൻ്റെ സീരിയൽ നമ്പറാണ് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് 10ാം ക്ലാസ് ഏത് ഒരു ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ബോർഡ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ഏത് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പഠിച്ച് പാസ്സായിരിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് സ്റ്റേറ്റിലാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത്, അതായത് സ്ഥിതി ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് സ്റ്റേറ്റ് കണ്ടക്റ്റഡ് 10th എക്സാമിനേഷൻ, അതായത് ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് നിങ്ങൾ 10ാം ക്ലാസ് എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്കൂള് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് 10ാം ക്ലാസ് പഠിച്ച് പാസ്സായിരിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് അപ്ലോഡ് 10th മാർക്ക് ഷീറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് 10th മാർക്ക് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ സേവ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എക്സാമിൻ്റെ ചോയ്സ് ആണ്, അതായത് എക്സാം സിറ്റി ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് എക്സാം സിറ്റി ചോയ്സിൻ്റെ ഓപ്ഷൻ അവിടെ എനേബിൾ ആയിട്ടുള്ളത് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് 3 പ്രിഫറൻസ് വരെ നൽകാൻ സാധിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ പ്രിഫറൻസ് 1ൻ്റെ താഴെ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലെ എക്സാം സെൻ്ററാണ് വേണ്ടത് ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സിറ്റി ഏതാണോ വേണ്ടത് അത് അവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 3 പ്രിഫറൻസ് വരെ നൽകാൻ സാധിക്കുന്നതാണ്. പ്രിഫറൻസ് എല്ലാം നൽകിയ ശേഷം നിങ്ങൾക്ക് താഴത്തേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എക്സാം സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ ഫില്ലായിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ അവിടെ ഓപ്ഷൻ എനേബിൾ ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണിക്കാം. ഇവിടെ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. സർട്ടിഫിക്കറ്റ് ഉള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. എസ് എന്ന് എടുക്കുന്നവർക്ക് കുറച്ച് ഓപ്ഷൻസ് അവിടെ എനേബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് സ്വിമ്മിങ് അറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വിമ്മിങ് അറിയാവുന്നവർ അവിടെ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ആർ യു സ്പോൺസേഡ് കാൻഡിഡേറ്റ് എന്നാണ്. അതായത് നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. എസ് എന്ന് എടുക്കുന്നവർ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അഡീഷണൽ ഡീറ്റെയിൽസ് അവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത MRൻ്റെ പ്രിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 3 പ്രിഫറൻസ് വരെ നൽകാൻ സാധിക്കുന്നതാണ്. MR പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഷെഫ്, ഹൈജീനിസ്റ്റ്, സ്റ്റീവാർഡ്, അങ്ങനെ 3 പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 പോസ്റ്റുകളുടെയും പ്രിഫറൻസ് ഇവിടെ നൽകാൻ സാധിക്കുന്നതാണ്. പ്രിഫറൻസ് നൽകിയ ശേഷം സേവ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസറിങ് കാണിച്ചേക്കാം. ഇനി അടുത്തായിട്ട് വരുന്നത് പേയ്മെൻ്റ് ആണ്. ഏകദേശം 550 രൂപയും GSTയും ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അടച്ചാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പേയ്മെൻറ്റ് അടയ്ക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് മുകളിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ എനേബിൾ ആയിട്ട് കാണിച്ചേക്കുന്നതാണ്. സോ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓഫീസറിങ് കാണിച്ചേക്കാം. ഇവിടത്തേക്ക് താഴത്തേക്ക് വരുമ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷൻ കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറിയൊരു ബോക്സ് കാണിച്ചേക്കുന്നതാണ്. അതിൽ സെലക്ട് എന്നൊരു ഓപ്ഷന് തൊട്ട് താഴെ ഒരു ടിക്ക് ബോക്സ് കാണിച്ചേക്കുന്നതാണ്. സോ അതിൽ ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എത്രയെന്ന് അവിടെ കറക്റ്റായിട്ട് തന്നെ കാണിച്ചേക്കുന്നതാണ്. 550 രൂപ ആപ്ലിക്കേഷൻ ഫീസും പ്ലസ് GST ആണ്. അങ്ങനെ ടോട്ടൽ 649 രൂപയാണ് MRന് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് തന്നെ ആയിരിക്കും SSRനും വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഫീസ് അടയ്ക്കുന്നതിനായിട്ട് പേ നൗ എന്നൊരു ഓപ്ഷൻ കാണിച്ചേക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് അടച്ച ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് അഗ്നിവീർ SSR MR റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാനിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.